നമസ്കാരം. ഇന്ന് തിരുവാതിരയാകുന്നു. സാക്ഷാൽ പരമശിവന് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസം. ഇന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുകയാണ് എങ്കിൽ അത് പരമശിവന്റെ അനുഗ്രഹം ഇരട്ടിക്കുന്നതിനും കുടുംബജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ, കുടുംബജീവിതത്തിൽ ഉയർച്ച, സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും. പരമശിവന്റെ പിറന്നാളായ ഇന്നേ ദിവസം ഭഗവാനെ ആരാധിക്കുന്നത് പോലും ശുഭമാണ്. ഇന്നേ ദിവസം പരമശിവനുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ഭഗവാന്റെ 2 ചിത്രങ്ങളാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഭഗവാന്റെ ആദ്യത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അനുകൂലമായ കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കുടുംബത്തിൽ അഭിവൃദ്ധി കൈവരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാക്കുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. കൂടാതെ സൽസന്താന ഭാഗ്യം ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ജീവിതത്തിൽ പ്രധാനമായും വിദേശ യാത്രകൾ അല്ലെങ്കിൽ ദൂരദേശത്തേക്കുള്ള യാത്രകൾ, അത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രതീക്ഷ നശിച്ചതായ ചില കാര്യങ്ങൾ പോലും ഭഗവാന്റെ അനുഗ്രഹത്താൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചെയ്യുന്ന പല പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. എന്നാൽ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എടുത്തുചാടി പല കാര്യങ്ങളും തീരുമാനിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ അത് പലവിധ തിരിച്ചടികൾക്കും കാരണമായി തീരാം. ഇത്തരം സാഹചര്യങ്ങളിൽ ഭഗവാന്റെ ചിന്തയാൽ അഥവാ ഭഗവാൻ തന്നെ നിങ്ങളെ രക്ഷയ്ക്കായി എത്തും. അതിനാൽ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിവായി പോകുവാൻ സാധിക്കും. ഭഗവാൻ നൽകുന്ന സൂചനകൾ അതിനാൽ ഒരിക്കലും ഒരു കാര്യത്തിലും അവഗണിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഏതൊരു കാര്യവും വിശദമായി തന്നെ പഠിച്ചതിന് ശേഷം തീരുമാനിക്കാനുള്ള സാഹചര്യങ്ങൾ, ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും. ഇപ്പോൾ ഒരു മാറ്റത്തിന് അനുകൂലമായ സമയമാണ്. അത്തരം മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്ന് വരാവുന്നതാണ്. പല കാര്യങ്ങളിലും നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും അത്തരം കാര്യങ്ങളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനോ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ തരണം ചെയ്യുവാനോ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഇപ്പോൾ നഷ്ടങ്ങൾക്കുള്ള സാധ്യതകൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ കുറഞ്ഞ് വരുന്നതുമാണ്. ക്രമേണ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളെക്കുറിച്ചും ഓർത്ത് വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തകൾ ഒഴിവാക്കി പ്രവർത്തിക്കാനുള്ള ഊർജം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. കൃത്യമായ ഉപദേശങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാക്കുന്നു. കൃത്യമായ ഉപദേശങ്ങൾ ലഭിക്കുകയും അത്തരം ഉപദേശങ്ങൾ നിങ്ങൾക്ക് നേട്ടങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സ്വന്തമായി തന്നെ ഏതൊരു കാര്യത്തെയും വിശകലനം ചെയ്യുവാനും സാധിക്കുന്നതാണ്. കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷമതകൾ നിങ്ങൾ അനുഭവിക്കുന്നു എന്നത് വാസ്തവമാണ്. കുടുംബത്തിലെ ഐക്യമില്ലായ്മയോ സാമ്പത്തിക പരാധീനതകളോ മറ്റ് പ്രശ്നങ്ങളോ നിങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങളുടെ സംസാരം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ നഷ്ടങ്ങൾക്കോ ബന്ധങ്ങളിൽ തിരിച്ചടികൾക്കോ കാരണമായി തീരാം. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോകേണ്ടതായ കാര്യങ്ങളിൽ ആ ബോധ്യം നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ്. എന്നാൽ പ്രതീക്ഷിക്കാത്തതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്രമേണ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഭാവിയെക്കുറിച്ച് പല കാര്യങ്ങളും ആലോചിച്ച്
ടെൻഷനുള്ള സാഹചര്യം തന്നെയാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ അതിൽ നിന്നും മാറ്റങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ പല കാര്യങ്ങളും ഒപ്പമുള്ളവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പല പിന്തുണകളും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ചതിക്കുന്നതായ ചില വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അവരെ ഒഴിവാക്കുവാൻ, അവരിൽ നിന്നും മാറി നടക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. കഠിനാധ്വാനികളാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും കഠിനാധ്വാനം ചെയ്തിട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാത്തത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾക്ക് കാരണമായി തീരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ കഠിനാധ്വാനത്തോടെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ വിജയത്തിലേക്ക് എത്തും എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. നിരീക്ഷണ പാഠവുമുള്ളവരാണ് നിങ്ങൾ. നിരീക്ഷണ ബുദ്ധിയോടെ പല കാര്യങ്ങളും ചെയ്യുകയും അത് വിജയത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഭഗവാന്റെ അനുഗ്രഹത്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇത്തരത്തിൽ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതാണ്. പലരെയും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മറ്റുള്ളവരെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ സാധിക്കുകയും പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രതിസന്ധികൾ നിങ്ങൾക്ക് അനായാസം തരണം ചെയ്യുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. ഈശ്വര വിശ്വാസികൾ തന്നെയാണ് നിങ്ങൾ. പല അവസരങ്ങളിലും അത് നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമായി മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഭഗവാന്റെ അനുഗ്രഹത്താൽ പോലും പല കാര്യങ്ങളും, പ്രതികൂലമായ കാര്യങ്ങൾ പോലും ഇനി നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ക്രമേണ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പലപ്പോഴും പ്രതിസന്ധികൾ നേരിടുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്യുവാനുള്ള ആത്മബലവും ബുദ്ധി വൈഭവവും നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കൈവരിക്കുവാൻ സാധിക്കും. മറ്റുള്ളവർ പോലും നിങ്ങളെ സഹായിക്കുന്നതായ സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് പിന്തുണ നൽകുന്നതായ സാഹചര്യങ്ങൾ ക്രമേണ രൂപപ്പെടുന്നതാകുന്നു. അത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ അല്ലെങ്കിൽ ആശ്വാസം ലഭിക്കുന്നതിന് സഹായകരമായി തീരും. ശാന്തതയോടെ തന്നെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. പല കാര്യങ്ങളിലും ശാന്തത പുലർത്തുവാനും മറ്റുള്ളവരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങളായി തന്നെ മാറും. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. പല കാര്യങ്ങളിലും സാമ്പത്തിക ക്ലേശങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു എന്നതാണ് വാസ്തവം. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ധനം തികയാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഒരു പരിധിവരെയെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അകറ്റുവാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള പണം കൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഒരു കാര്യം നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരിക്കലും നിങ്ങൾ ദുഃഖിച്ച് ഇരിക്കുവാൻ പാടുള്ളതല്ല. ഇനിയും ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും അത് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുകയും ചെയ്യാം. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സൗഖ്യം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ആശ്വാസം നിങ്ങൾക്ക് നൽകാം. പല വ്യക്തികളും നിങ്ങൾക്ക് ആശ്വാസം പകരുന്ന വാക്കുകൾ നൽകുന്നവരാണ്, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് ഗുണകരമായി മാറുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് ഒരു അവസരം കടന്ന് വരാവുന്നതാണ്. പുതിയ വാതിലുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുവാനുള്ള സാധ്യതകൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും. ശരിയായ രീതിയിൽ തന്നെ അവസരങ്ങൾ, ഭഗവാൻ നൽകുന്ന അവസരങ്ങൾ വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. വിശ്വസ്തർക്ക് വേണ്ടി എന്തും ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ.
അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും എങ്കിൽ പോലും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ തിരിച്ചടികൾക്ക് കാരണമായി തീരും. അതിനാൽ ഭഗവാനെ ആരാധിച്ച് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് പോവുക.